നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ SCERT സിലബസ് പില്ല എന്ന പാഠമാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ പാഠം പഠിച്ചതാണ് അല്ലേ? ആദ്യം നമ്മൾ പഠിച്ചായിരുന്നു അത് പ്രൊഫൈൽ കൊടുക്കാനും പിന്നെ ദുലാരെ പല്ല്, ധൂപ് ആഗയി, ടോമി ഓർനെ അത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് പില്ല എന്ന പാഠമാണ്. അപ്പോൾ ഇതൊരു കവിതയാണ്. അപ്പോൾ ഇത് നീതു ആണ് അല്ലേ? നീതു കാ ഏക്ക് പില്ലാത്ത. നീതുവിന് എന്തുണ്ടായിരുന്നു? ഒരു പില്ല. പില്ല എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു തണുപ്പത്തല്ലേ, ഒരു തണുപ്പുള്ള രാത്രിയിൽ പുറത്തുനിന്നൊരു ബഹളം കേട്ടു. അപ്പോൾ നീതു ചെന്ന് നോക്കിയപ്പോൾ ആര് കിടക്കുകയായിരുന്നു? നമ്മുടെ പില്ല കിടക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ നീതു എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ എടുത്ത്, ആ പട്ടിക്കുട്ടിയെ എടുത്ത് എന്ത് ചെയ്തു? അതിനെ ചൂടൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ സ്നേഹിച്ചു തുടങ്ങി. വഹ് സർദിയോം കി രാത്രി, നല്ല തണുപ്പുള്ള രാത്രിയിലാണ് നീതുവിന് ആ പിള്ളയെ കിട്ടിയത്. അങ്ങനെ പിള്ളേക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഉസേ ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. നമ്മുടെ ടോമിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന, ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു ഇഷ്ടം. ഓർ മേരെ സാത്ത് ഖേൽന, എന്താണ് മേരെ സാത്ത്? എൻ്റെ കൂടെ ഖേൽന, കളിക്കുക. പിന്നെ എന്താ ഇഷ്ടം? പങ്കേക്ക് നീച്ചെ സോന, എന്താണ് പങ്ക? ഫാൻ അല്ലേ? നീച്ചെ താഴെ, സോന ഉറങ്ങുക. ഫാൻ്റെ താഴെ ഉറങ്ങാനായിരുന്നു അവനിഷ്ടം. ഓർ കിതാബ് പഠന, പിന്നെ ബുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ ആ ചാപ്റ്ററിൽ കണ്ടത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വരാം. നീതു കാത്ത പില്ല ഏക്ക്, അങ്ങനെ വായിക്കും. നീതു കാത്ത പില്ല ഏക്ക്, നീതുവിനൊരു പില്ലയുണ്ട്. ബദൻ പേ ഉസ്കെ രുയേ അനേക്, ബദൻ ബദൻ എന്താണ്? ശരീരം. രുയെ വെച്ചാൽ രോമങ്ങൾ. അവൻ്റെ ശരീരം മുഴുവൻ എന്താണ്? രോമങ്ങൾ. അപ്പം ബദൻ പേ ഉസ്കെ രുയേ അനേക്, രുയെ വെച്ചാൽ രോമങ്ങൾ. ചോട്ടി ടാങ്കേ ലംബി പൂഞ്ച്, അങ്ങനെ വായിക്കും. ചോട്ടി ചെറുത്, ടാങ്ക് എന്താണ്? കാല്. അപ്പോൾ ടാങ്കേ എന്ന് പറയുമ്പോൾ കാലുകൾ, ലംബി നീളമുള്ള, പൂഞ്ച് വാല്. നല്ല കുഞ്ഞു കാലും നല്ല നീളമുള്ള വാലുമുണ്ട്. ഹൂരി ധാടി കാലി പൂഞ്ച്, എന്താണ് ഹൂരി? ഹൂരി എന്ന് വെച്ചാൽ തവിട്ട് നിറത്തിലുള്ള, ഹൂരി തവിട്ട് നിറത്തിലുള്ള. ധാടി എന്താ? താടി രോമം. കാലി പൂഞ്ച് നല്ല കറുത്ത നിറത്തിലുള്ളൊരു മൂച്ച് എന്താണ്? മീശ അല്ലേ? മീശയ്ക്കാണ് മൂച്ചെന്ന് പറയുന്നത്. മക്കി സേവഹ് ലടുത്താത്ത, മക്കി ആരാ? മക്കി എന്ന് പറഞ്ഞത് ഈച്ചയുടെ അടുത്ത് അവൻ എന്ത് ചെയ്യും? ലടുത്ത, ഫൈറ്റ്. എപ്പോഴും വന്ന് ഈച്ച വന്ന് ഇങ്ങനെ അവൻ്റെ പുറത്ത് വരുമ്പോൾ അവ അതിൻ്റെ എന്ത് ചെയ്യും? അതിനെ ഓടിച്ചു വിടും. ഖടേ ഗിർ പടുത്താത്ത, എന്താണ്? ഖടേ എഴുന്നേൽക്കുമ്പോൾ ഗിർ പടുന്ന, എന്താണ്? ഗിർ പടുന്ന വീഴുക. അപ്പോൾ എണീക്കും, വീഴും. ഓക്കെ, അപ്പോൾ വാക്കിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായാലോ? എന്നിട്ട് വായിക്കാം. നീതു കാത്ത പില്ല ഏക്, ബദൻ പേ ഉസ്കെ രുയേ അനേക്, ചോട്ടി ടാങ്കേ ലംബി പൂച്ച്, ഭൂരി ധാടി കാലി മൂച്ച്, മക്കി സേവഹ് ലടുത്താത്ത, ഖടേ ഗിർ പടുത്താത്ത. അപ്പോൾ ടീച്ചർ വായിക്കുമ്പോൾ എല്ലാ മക്കളും വായിക്കണം കേട്ടോ. നീതു കാത്ത പില്ല ഏക്, ബദൻ പേ ഉസ്കെ രുയേ അനേക്, ചോട്ടി ടാങ്കേ ലംബി പൂച്ച്, പൂരി ധാടി കാലി മൂച്ച്, മക്കി സേവഹ് ലടുത്താത്ത, ഖടേ ഗിർ പടുത്താത്ത. ഓക്കെ, അടുത്ത് അപ്പോൾ മീനിങ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ടോമിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ക്യാ ഖാന പസന്ത് താ, എന്ത് കഴിക്കാനായിരുന്നു ടോമിക്കുട്ടന് ഇഷ്ടം? ബിസ്കുറ്റ് ഖാന പസന്ത് താ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ആ കോളത്തിൽ ബിസ്കുറ്റ്, ബി ഇടത് വെള്ളി എഴുതിയിട്ട് സാടപ്പതി കുറ്റ്, ബിസ്കുറ്റ്. ഖാന പസന്ത് താ, എന്താണ്? താ ഇഷ്ടമായിരുന്നു. താ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. കിസ്കെ നീച്ചെ സോത്താത്ത, ഏതിൻ്റെ താഴെയാണ് കിടക്കുന്നത്? പങ്കേക്കെ നീച്ചെ സോത്താത്ത, ഏതിൻ്റെ നീച്ചയാണ്? പങ്കേക്കെ നീച്ചെ, ഫാനിൻ്റെ താഴെ. കിസ്കെ സാത്ത് കേൾത്താത്ത, ആരെ കൂടെയാണ് കളിക്കുന്നത്? ഗേന്ദ് കെ സാത്ത് കേൾത്താത്ത, പന്തിൻ്റെ കൂടെ എന്ത് ചെയ്യും? കളിക്കും. ഗേന്ദ് പന്ത്. ഇനി ഇസ്കി മദർസെ കവിതാമേ പങ്ക്തിയാൻ ചോടെ, ഇവിടെ താഴെ ഒരു കവിത അതുപോലെ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഒരു കവിത ഉണ്ടാക്കാം. അടുത്ത പേജിൽ വരുന്നത് പരിചിത ശബ്ദവും പർ ഗോല ലഗായ, നമുക്ക് പരിചയമുള്ള ശബ്ദങ്ങളെ ഗോല, എന്താണ്? ഗോല റൗണ്ട് ചെയ്യുക. രാത് കാ സമയത്ത, എന്താണ്? രാത്രി സമയം. രാത് കാ സമയത്ത. നീതു കെ ഹാത്ത് മേ കിതാബ് തി, നീതുവിൻ്റെ കയ്യിൽ എന്താണ്? കിതാബ്, ബുക്ക് ഉണ്ടായിരുന്നു.
നീതു ഘർ കെ ബാഹർ തി. നീതു എവിടെയായിരുന്നു? വീട്ടിൻ്റെ പുറകിലായിരുന്നു. അമ്മ ചായ് ലേക്കറായി. അപ്പോൾ ആര് വന്നു? അമ്മ. കോനായി? അമ്മയായി അല്ലേ. ക്യാ ലേക്കറായി? ചായ് ലേക്കറായി. കിസ്കോ ലേക്കറായി? നീതു കോ ലേക്കറായി. നീതു ഖുഷ് ഹുയി. നീതുവിന് സന്തോഷമായി. അപ്പോൾ ഒന്നുകൂടി പറയാം. രാത് കാ സമയ. കിസ്കാ സമയ? കോൺസാ സമയ? രാത് കാ സമയ. രാത്രി സമയം. നീതു കെ ഹാത്ത് മേ. നീതുവിൻ്റെ കയ്യിൽ. കിസ്കെ ഹാത്ത് മേ? നീതു കെ ഹാത്ത് മേ. കിതാബ് തി. എന്താണ് കിതാബ്? ബുക്ക്. നീതുവിൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നു. നീതു ഘർ കെ ബാഹർ തി. നീതു കഹാ തി? ഘർ കെ ബാഹർ. എന്താണ് ഘർ കെ ബാഹർ? വീട്ടിൻ്റെ പുറത്തായിരുന്നു. അമ്മ ചായ് ലേക്കറായി. അമ്മ ക്യാ ലേക്കറായി? ചായ് ലേക്കറായി. ചായ കൊണ്ടുവന്നു. ആർക്കാ കൊണ്ടുവന്നത്? നീതു കുട്ടിക്ക് അല്ലേ. നീതു ഖുഷ് ഹുയി. നീതുവിന് സന്തോഷമായി. അപ്പോൾ ഇവിടെ പുതിയ വാക്ക് എഴുതുക. രാത്ത്. എപ്പോഴും എഴുതുമ്പോൾ വരയ്ക്ക് താഴെ വേണം എഴുതേണ്ട കേട്ടോ. രാത്ത് രാത്രി. കിതാബ് ബുക്ക്. ഹാത്ത് കൈ. ഈ ഖാ എഴുതുമ്പോൾ മുഴുവൻ വരയ്ക്കൂല. ഘർ വീട്. സമയ സമയം തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചേ. രാത്, കിതാബ്, ഹാത്ത്, ഘർ, സമയം. ഓക്കെ, പഠിച്ചല്ലോ. ഇനി അടുത്ത് വരുന്നത് പില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പ്രവൃത്തികൾ കൊടുത്തിട്ടുണ്ട്. സോത്താഹേ ഉറങ്ങുന്നു. ഖാത്താഹേ കഴിക്കുന്നു. ഖേൽത്താഹേ കളിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രയോഗങ്ങളാണ്, ഏതൊക്കെ സെൻറ്റൻസാണ് ഏതൊക്കെ ഫോട്ടോയ്ക്ക് ചേരുന്നത്? ഫസ്റ്റ് പിക്ചറിൽ പിള്ള എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു അല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? സോത്താഹേ. ഒന്നാമത്തെ പോയിന്റ് സോത്താഹേ ഉറങ്ങുന്നു. രണ്ടാമത് പിള്ള എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു അല്ലേ. ഖാത്താഹേ കഴിക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ ഓടുന്നു അല്ലേ, കളിക്കുന്നു. ഖേൽത്താഹേ. ചിത്ര ദേഖേ ലിഖേ. ഇനി ചിത്രം നോക്കിയിട്ട് നമ്മുടെ ടോമിക്കുട്ടൻ എന്താണ് ചെയ്യുന്നത് എഴുതുക. ഖേൽത്താഹേ കളിക്കുകയാണ് അവിടെ ചെയ്യുന്നത്? അല്ല അല്ലേ. ഖാത്താഹേ കഴിക്കുകയാണ് ചെയ്യുന്നത്? ആണ് അല്ലേ. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. അടുത്ത് സോത്താഹേ ഉറങ്ങുകയാണോ? അല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിള്ളയുടെ പാഠത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പിള്ളയുടെ പാഠം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. ഇതുപോലെ വാട്സപ്പിൽ ഓരോ ക്ലാസ്സിൻ്റെ വീഡിയോസുകളും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടീച്ചറെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഓരോ പാഠത്തിൻ്റെ വീഡിയോയിലും ഇതുപോലെ അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.